നമസ്കാരം പ്രിയമുള്ളവർ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാലും അറിയുന്നവരുണ്ട്. എങ്കിലും പറയുകയാണ്. ഇതാണ് ചന്ദനം. ചന്ദനമരം എന്ന് കേട്ടിട്ടുണ്ടോ? വെള്ളച്ചന്ദനം, മറയൂർ ചന്ദനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതാണിത്. ഈ ചന്ദനമരം എന്തിന് നമുക്ക് പല ഉപയോഗങ്ങൾക്കുണ്ട്. കോസ്മെറ്റിക്സിൻ്റെ നിർമ്മാണം, പിന്നെ പല ഐറ്റംസും ഉണ്ടാകുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ പണ്ടൊന്നും ഇത് വീട്ടിൽ വെച്ച് വളർത്താൻ സാധിക്കില്ലായിരുന്നു. കാരണം ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ എതിർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അനുമതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം പുരയിടത്തിൽ ചന്ദനം വെച്ച് പിടിപ്പിക്കാനുള്ള അനുമതി ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വെച്ച് പിടിപ്പിക്കാൻ മാത്രമുള്ള അനുമതിയേ നമുക്കുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് മുറിക്കുന്നത് നമ്മൾ ഇത് മെച്യൂർഡായി കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും അവർ വന്ന് ഈ പ്ലാന്റ്സ് മുറിച്ചുകൊണ്ട് പോവുകയും ചെയ്യണം. പിന്നെ ഈ പ്ലാന്റ്സിന് ഇതിപ്പോൾ നമുക്ക് ഒരു ബിസിനസ് പർപ്പസിന്, അതായത് ഭാവിയിലോട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു മരമാണ് ചന്ദനമരം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഒരു 10 വർഷം, ഏകദേശം അറൗണ്ട് ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇതൊരു വലിയൊരു മരത്തടി, അത്യാവശ്യം വലുപ്പമുള്ളൊരു മരത്തടിയാവുകയും അതിന് ഇത് നമ്മുടെ സാധാരണ മരം നിൽക്കുന്ന കൂട്ടല്ല ഇതിൻ്റെ വില. അത് കിലോ എന്ന രീതിയിലാണ് ഇതിൻ്റെ വില വിൽക്കുന്നത്. അപ്പോൾ അവർ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും അവർ വന്ന് ഇത് കളക്ട് ചെയ്യുകയും അവരതിന് എത്ര കിലോ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേക രീതി. പിന്നെ ഈ ഒരു പ്ലാന്റ്സിന് ആർക്കും ചിലർക്കറിയാം, പണ്ടത്തെ നല്ല കർഷകർക്കറിയാം. അറിയാത്തൊരു കാര്യം എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. ഇതൊരു പാരസൈറ്റ്, സ്വന്തമായിട്ട് ആഹാരം എടുക്കാൻ കഴിവില്ലാത്തൊരു പ്ലാന്റ്സാണ് ഇത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇതിപ്പോൾ നടുമ്പോൾ അതിനോടൊപ്പം തന്നെ വേറൊരു പ്ലാന്റ്സ്, അതായത് വളം വലിച്ചെടുത്ത് ഇതിന് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ്സ് ഇതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കണം, ഇത് നട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനുവേണ്ടി നമ്മൾ എല്ലാ പ്ലാന്റ്സും സെലക്ട് ചെയ്യാറില്ല. ഈ ചീമക്കൊന്ന, കണിക്കൊന്ന, പിന്നെ നമ്മുടെ ചീര ഉണ്ടല്ലോ, ഉദാഹരണത്തിന് ഈ പൊന്നാങ്കണ്ണി ചീര, ഇതൊക്കെ അതിൻ്റെ ഒപ്പം ഇതുണ്ട്, പൊന്നാങ്കണ്ണി ചീര. ഇതൊക്കെ ഈ ചന്ദനമരത്തിന് ഒരു പാരസൈറ്റ് മരമായിട്ട് അതിൻ്റെ ചുവട്ടിൽ അതിനോടൊപ്പം തന്നെ നട്ടു വളർത്താൻ പറ്റിയ ഒരു ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ്സാണ്. അതുമാത്രമല്ല, ഇതിന് ഇതിപ്പോൾ കുറച്ച് സ്ഥലമുള്ള ആളുകൾക്കൊന്നും 1-2 എണ്ണയൊക്കെ നടാൻ പറ്റുള്ളൂ. ഇതിന് സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഇടയകലം ഏകദേശം 9x9 മീറ്ററാണ്. അതായത് ഒരു മരവും മറ്റേ മരം തന്നെ ഏകദേശം 9 മീറ്ററിനടുത്ത് ഈ സ്പേസിങ് ഡിസ്റ്റൻസ് വേണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന നിങ്ങളെ പുരയിടത്തോടനുബന്ധിച്ച് ഒഴിഞ്ഞു കിടക്കുന്ന പുരയിടം ഉണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഇത്തരം പ്ലാന്റ്സ്, പ്രത്യേകിച്ച് ഇത്തരം ചന്ദനമരമൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്.